ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എൻ്റെ നാട്ടിലാണ് കേട്ടോ, വയനാട്ടിലാണ്. ഇന്നലെ വന്നതായിരുന്നു, ഇന്നലെ രാത്രി എത്തി. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കാവിൽ വിളക്ക് വെക്കാൻ വേണ്ടി പോകാം കേട്ടോ. പുഴയ്ക്ക് അക്കരെയാണ് കേട്ടോ കാവുള്ളത്, ഇക്കരെയാണ് നമ്മുടെ വീട്. ഈ പാലമൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല, പാലമൊക്കെ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. പണ്ട് പുഴ കിടക്കണമെങ്കിൽ അപ്പുറത്ത് ഒരു ചെറിയ തൂക്കുപാലം ഉണ്ടായിരുന്നു, അത് കടന്നായിരുന്നു പോവുക. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ മഴയുള്ളതുകൊണ്ടാണ് വെള്ളമാകെ കലങ്ങിയിരിക്കുന്നത്. കുട്ടിക്കാലത്ത് ഞങ്ങളെ വൈകുന്നേരങ്ങളിൽ അധികവും ഈ പുഴയിൽ തന്നെയായിരുന്നു കേട്ടോ. നീന്താൻ പഠിക്കലും നീന്തലും കുളിയൊക്കെ ഈ പുഴയിലായിരുന്നു. വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അങ്ങോട്ട് പോരുമായിരുന്നു. പ്രളയം വന്ന സമയത്ത് ഈ പാലം കടന്ന് ഒഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം. ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ വെള്ളമായിരുന്നു. കാപ്പിത്തോട്ടമാണ് കേട്ടോ ചുറ്റും, മുകളിലേക്ക് അറ്റം അങ്ങനെ കാണില്ല, ഇത്രയും കാപ്പിത്തോട്ടമാണ്. പണ്ട് സ്കൂളില്ലാത്ത സമയത്ത് ഞാനും ഏട്ടനും വരാറുണ്ട് കേട്ടോ, അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ കാപ്പി പറിക്കാണ്. കാപ്പി പഴുത്ത് വരുന്നേ ഉള്ളൂ, ആയിട്ടൊന്നുമില്ല ഇപ്പോൾ. കാവ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാവൊന്നുമല്ല, പക്ഷെ ചെറിയൊരു കാവ്. കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ട് അവിടെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം അവിടെ വിളക്ക് വെച്ചിട്ടാണ് തുടങ്ങാറുള്ളത്. ഇപ്പോഴും മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമോ കാര്യമോ വരുമ്പോൾ ആദ്യം വിളിക്കുന്ന ദേവി അവിടുത്തെ ദേവീനെ തന്നെയാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല മഞ്ഞുണ്ട് കേട്ടോ, നല്ല കോട ഉണ്ടായിരുന്നു. പുലർച്ചയ്ക്കൊക്കെ നല്ല കോടയാണ്. എഴുന്നേറ്റപ്പോൾ ഉള്ളിൽ മഴ പെയ്യുന്ന പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളുടെ കാവിൻ്റെ അടുത്തെത്തിട്ടോ. പണ്ട് ഇതിലെ ഈ താഴേക്കൂടെ പുഴ കടന്നായിരുന്നു വരിക. അവിടെ പാറയായിരുന്നു. പാലം വരുന്നതിന് മുമ്പ് കാവിലേക്ക് വിളക്ക് വെക്കാൻ എളുപ്പത്തിൽ അതിലായിരുന്നു കയറുക. ഇവിടെ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് കയറാൻ പാടുള്ളൂ എന്നൊരിതുണ്ട്, പിന്നെ ചെറിയ കുട്ടികൾക്കും. അതിനിടയിലുള്ള പെൺകുട്ടികൾക്കൊന്നും കയറാൻ പാടില്ല എന്നൊരു പറച്ചിലുണ്ട്. അങ്ങനെ ആരും കയറാറൊന്നുമില്ല. വർഷത്തിനിവിടെ തിറ കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. കോഴീനെ അറക്കലും അതൊക്കെ പുലർച്ചെ സമയത്താണ് ചെയ്യാറുള്ളത്. മഞ്ഞ് വീണിട്ട് വിളക്കിലൊക്കെ വെള്ളമുണ്ട്, അമ്മ അതൊക്കെ തുടയ്ക്കുന്നുണ്ടായി. ഒരു വിളക്കിൽ എണ്ണയൊക്കെ ഒഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാറും അടുത്ത് തന്നെ ഉണ്ട്. കാലിൽ ഉറുമ്പ് കടിച്ചും തോന്നും, ഉറുമ്പിനെ പൊക്കി കളയുക. തിരി കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തന്നെയാണ് അവിടെ തിരി വെക്കാറുള്ളത്. ആരാണോ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്ന കാര്യം പ്രാർത്ഥിച്ച് അവിടെ നമ്മൾ തന്നെ കൊളുത്താണ് ചെയ്യാറുള്ളത്. അപ്പോൾ കത്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് തിരിച്ച് പോരുകയാണ് കേട്ടോ. മനസ്സറിഞ്ഞ് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയാണ്. അനുഭവം കൊണ്ടും എനിക്കതറിയാം കുട്ടിക്കാലം മുതലേ.